മണിപ്പൂർ സംഘർഷം വിലയിരുത്താൻ സുപ്രീംകോടതി ജഡ്ജിമാർ മണിപ്പൂരിലേക്ക്. ജസ്റ്റിസ് ബി.ആർ. ഗവായിയുടെ നേതൃത്വത്തിൽ മാർച്ച് 22-നാണ് 6 ജഡ്ജിമാർ സംസ്ഥാനത്ത് എത്തുക. സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തും. ശരത് ലാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശരത് ലാൽ, കേന്ദ്ര സർക്കാരിനടക്കം സുപ്രീംകോടതിയുടെ രൂക്ഷമായ വിമർശനമുണ്ടായിരുന്നു മണിപ്പൂർ കലാപങ്ങളിൽ. ഇപ്പോൾ സുപ്രീംകോടതി ജഡ്ജിമാർ തന്നെ നേരിട്ടെത്തുകയാണ്. ആരൊക്കെയാണ് മണിപ്പൂരിലേക്ക് എത്തുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി, അസാധാരണമായൊരു നടപടിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. മണിപ്പൂരിലെ കലാപബാധിതർക്കുള്ള മനുഷ്യത്വ സേവനങ്ങൾ, അതേപോലെ മണിപ്പൂരിലെ സ്ഥിതിഗതികൾ എന്നിവ വിലയിരുത്തുന്നതിനാണ് 6 അംഗ സുപ്രീം കോടതി ജഡ്ജി എന്ന് വേണേൽ പറയാം. ആ ജഡ്ജി ഒരു ബെഞ്ച് തന്നെ എന്ന് വേണം പറയാം. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് പോലെയുള്ള 6 അംഗ ജഡ്ജിമാരാണ് മാർച്ച് 22-ന് മണിപ്പൂരിലേക്ക് പോകുന്നത്. പ്രധാനമന്ത്രി അടക്കമുള്ള വ്യക്തികൾ മണിപ്പൂർ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാത്ത പേരിൽ ഇന്നലെയും ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നു. ഇതൊക്കെ ഉള്ള സമയത്താണ് ഒരു അസാധാരണമായ നടപടി എന്ന നിലയിൽ സുപ്രീം കോടതിയുടെ 6 അംഗ ജഡ്ജിമാർ മണിപ്പൂരിലേക്ക് നേരിട്ട് പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ്. അതായത് കലാപബാധിതർക്കുള്ള സേവനങ്ങൾ, മനുഷ്യത്വപരമായ സേവനങ്ങൾ, അതേപോലെ സ്ഥിതിഗതികൾ, എന്തൊക്കെയാണ് ജുഡീഷ്യറിക്കുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് വിലയിരുത്തുന്നത്. ഇപ്പോൾ തന്നെ മണിപ്പൂരിലുള്ള കേസുകൾ, കൊലപാതക കേസുകളും കലാപ കേസുകളും ആസാമിലേക്ക് മാറ്റാൻ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. ഇക്കാര്യങ്ങളെക്കുറിച്ച് മണിപ്പൂർ ഹൈക്കോടതിയിലെ ജഡ്ജിമാരുമായിട്ടും ഈ സുപ്രീം കോടതി സംഘം കൂടിക്കാഴ്ച നടത്തും. ലക്ഷ്മി, ഇത്തരമുള്ള നടപടി തന്നെ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായാണ് എന്ന് പറയാം. ഗുജറാത്ത് കലാപം ഉണ്ടായിട്ട് പോലും ഇത്തരൊരു നടപടിക്ക് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ലക്ഷ്മി, അസാധാരണമായ നടപടിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. മണിപ്പൂർ സന്ദർശിക്കാനായി സുപ്രീം കോടതി ജഡ്ജിമാരുടെ സംഘം എത്തുന്നു. ജസ്റ്റിസ് ബി.ആർ. ഗവായിയുടെ നേതൃത്വത്തിൽ 6 ജഡ്ജിമാരാണ് നേരിട്ടെത്തുന്നത്. ഇതുവരെയും പ്രധാനമന്ത്രി അവിടേക്ക് പോയില്ല എന്നുള്ള വിമർശനം ശക്തമായി നിലനിൽക്കുകയാണ്. ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാർ നേരിട്ട് മണിപ്പൂരിലേക്ക് കാര്യങ്ങൾ വിലയിരുത്താൻ പോകുന്നത്. ശരത് ലാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.